ബീഹാറിൽ നിന്നും വന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ രേഖകൾ ലഭ്യമായാൽ കോഴിക്കോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറുമെന്ന് പാലക്കാട് CWC ചെയർമാൻ M. സേതുമാധവൻ. കുട്ടികളെത്തിയതിൽ ഒരു ദുരൂഹതയുമില്ല. മനുഷ്യക്കടത്താണെന്ന പ്രചാരണം തെറ്റാണെന്നും CWC ചെയർമാൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ബീഹാറിൽ നിന്ന് വന്ന 21 കുട്ടികളെയും അതോടൊപ്പം തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേരെയും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാടുള്ള ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നോടൊപ്പം ഉള്ളത് CWC ചെയർമാനാണ്. ഇപ്പോൾ ഈ കുട്ടികൾ എന്തിന് വന്നതാണ്? നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ RPF ആണ് ഇന്നലെ കുട്ടികളെ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ CWCക്ക് കൈമാറിയത്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ കുട്ടികളുടെ കയ്യിലും ആധാർ കാർഡ് ഉണ്ട്. അപ്പോൾ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഏതൊരു സ്ഥാപനത്തിൻ്റെ എവിടേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പഠനാവശ്യത്തിനാണെങ്കിൽ ആ കുട്ടികളുടെ കയ്യിൽ ആധാർ കാർഡ് മാത്രം പോരല്ലോ. രക്ഷിതാക്കൾ ആകെ 2 രക്ഷിതാവ് മാത്രമേ ഉള്ളൂ. മറ്റ് രക്ഷിതാക്കളൊന്നും അവരുടെ കൂടെ ഇല്ല. അതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ കയ്യിൽ TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെ എന്തെങ്കിലും കോപ്പിയോ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്താലും മതി. പക്ഷേ അതിൻ്റെ രേഖകളൊന്നും കാണാനില്ല. പിന്നെ ആ കുട്ടികൾ ഇതേവരെ പഠിച്ചതിൻ്റെ ഒരു ഇതും നമുക്ക് അത്ര കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ വയലേഷൻ ആണോ എന്ന് ആ കുട്ടികൾ കൗൺസിലിംഗ് നടത്തിയിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാനേ സാധിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ കൗൺസിലർമാർ ഇപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ഉണ്ട്, ആ കുട്ടികളുമായിട്ട് ഹിന്ദി അറിയുന്ന ദ്വിഭാഷിയെ വെച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് മതിയായ രേഖകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് CWCയിലേക്ക്, കോഴിക്കോടാണ് ഈ സ്ഥാപനത്തിൽ, കോഴിക്കോട് CWCയിലേക്ക് നമ്മൾ ആ കുട്ടികളെ കൈമാറും. അതായത് ഈ കുട്ടികൾക്ക് ഈ സ്കൂൾ പഠനവും അവർക്ക് മതപഠനമാണെങ്കിൽ അതും രണ്ടും അങ്ങനെയാണെങ്കിൽ പിന്നെ അതുകൂടി ഉറപ്പുവരുത്തിയ ശേഷം CWC കൈമാറും. കോഴിക്കോട് CWC ആണ് പിന്നെ തീരുമാനങ്ങൾ ബാക്കി പ്രോസസ്സ്. അതായത് നമുക്ക് CNCP ആയിട്ടുള്ള കുട്ടികൾ, ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതാണ് CWCയുടെ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 വയസ്സിനും 13 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഔപചാരിക വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചിരിക്കണമല്ലോ. അപ്പോൾ ഈ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രോസസ്സ് വന്ന ബീഹാറിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റിലേക്കും അത് കൈമാറാം, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ കൈമാറുന്നതിൻ്റെ രേഖകളാണ് നമുക്ക് ആവശ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് CWCക്ക് കുട്ടികളെ 21 കുട്ടികളെയും അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈമാറും. എന്നിട്ട് ആ സ്ഥാപനം ജെനുവിനായിട്ടുള്ളൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് തുടർന്നുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അതൊരു അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്. നമ്മുടെ ഈ പ്രാഥമികമായ പരിശോധനയിൽ കുട്ടികൾ എന്തെങ്കിലും തൊഴിലെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യക്കടത്തിന്റെ സ്വഭാവം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ ആ രീതിയിലേക്കൊന്നും നമ്മൾ പോയിട്ടേ ഇല്ല. അത്തരത്തിലുള്ള ഒരു നിഗമനങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അതൊന്നും നമ്മളല്ല, CWCയുടെ പരിധിയിൽ വരുന്ന കാര്യമേ അല്ല. നമ്മളിപ്പോൾ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സംരക്ഷണവും ഉറപ്പുവരുത്തുക. അപ്പോൾ RPF നമുക്ക് കൈമാറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ തന്നെ 21 കുട്ടികളെയും JJ ആക്ട് പ്രകാരം ഉള്ള ഒരു സ്ഥാപനത്തിൽ സംരക്ഷിച്ചു. ഇനി ഇവിടെ നിന്ന് കോഴിക്കോട് CWC കൈമാറണമെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള രേഖകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് CWCക്ക് കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 21 കുട്ടികളില്ലേ, കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ തന്നെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുള്ളത്. എന്തായാലും CWCയുടെ മേൽനോട്ടത്തിലാണ് മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത്. ഇനി കോഴിക്കോട് CWCക്ക് പാലക്കാട് CWC ഔദ്യോഗികമായി കൈമാറും. അതിനുശേഷം അവിടെ കോഴിക്കോട് CWC ആണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് പരിശോധിക്കുകയും കുട്ടികൾ അങ്ങോട്ട് കൈമാറുകയും ചെയ്യുക. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.